ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പോമിന്റെ അടുത്തൊരു സെക്ഷനാണ് ഈ മാനേജ്മെന്റ് ആർട്ട് ഓർ സയൻസ്. ഈ ആർട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് ഫോർ എ പെർട്ടിക്കുലർ റിസൾട്ട് എന്നുള്ള രീതിയിലാണ് ആർട്ട് എന്ന് പറയുന്നത്. അതുപോലെ സയൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് നോളജ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. എന്ന് പറയുന്നത് ഇനി നമുക്ക് അറിയുന്ന ആ ഒരു വസ്തു അതിന്റെ സയൻസിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് അതിന്റെ ആർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ടും അപ്പൊ നമ്മൾ അതിന്റെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണം, അത് അപ്ലൈ ചെയ്യാൻ അറിയണം. അപ്പൊ അത് രണ്ടും കൂടെ ഒരു മിശ്രിതമാണ് നമുക്ക് സയൻസും ആർട്ടും എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പൊ അതിൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ്. നോളജ് ആൻഡ് സ്കിൽസ് എന്ന് പറയുന്നത് സയൻസ് ആണ്, ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആർട്ടാണ്. സോ വി നീഡ് ടു ഒരു എഫക്റ്റീവ് മാനേജർ എന്ന് പറയുന്നത് ദേ ഷുഡ് ഹാവ് ബോത്ത് നോളജ് ആൻഡ് ദ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. അത് രണ്ടുണ്ടെങ്കിൽ ഒരു എഫക്റ്റീവ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു മാനേജർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് നോക്കിക്കാണുന്നത് ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ അതിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. നമ്മൾ രണ്ടെണ്ണം ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്, ഇന്റേണൽ ഉണ്ട്. അതിൽ ഓരോന്നും കാണും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ എക്സ്റ്റേണൽ എൻവയൺമെന്റ് ദാറ്റ് ഇൻഫ്ലുവൻസ് ആൻ ഓർഗനൈസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ ഏതാണെന്ന് നമുക്ക് നോക്കിക്കാണുന്നതാണ് എക്സ്റ്റേണൽ എൻവയൺമെന്റ്. അതായത് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി, പ്ലൂറലിസ്റ്റിക് അതായത് പല ആൾക്കാർ കാണും അതിൻ്റെ അകത്ത്. ഇപ്പം നമ്മുടെ ഈ ഓൺലൈൻ സെഷൻസ് അല്ലെങ്കിൽ നമ്മളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ തന്നെ വി വിൽ ഹാവ് ബോത്ത് സ്റ്റുഡന്റ് ആസ് എ സ്റ്റേക്ക് ഹോൾഡർ ആസ് വെൽ ആസ് ദ ടീച്ചേഴ്സ്. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ദേ ഗെയിൻ മെയിൻലി എന്താണ് നോളജ് ആണ് കൊടുക്കാൻ വരുന്നത്. ആൻഡ് ടീച്ചേഴ്സ് ദേ പ്രൊവൈഡ് നോളജ് ആൻഡ് ദേ ആർ ബീങ് പെയ്ഡ് എ സാലറി. ഒരു സാലറിയും കൂടെ കിട്ടും ഫോർ ടീച്ചേഴ്സ്. So stakeholders we can call first as students and second teachers എന്ന് പറയും. സോ രണ്ട് കാറ്റഗറിയാണ് അല്ലെ, സ്റ്റുഡന്റ് കാറ്റഗറി ഉണ്ട്, ടീച്ചേഴ്സ് കാറ്റഗറി ഉണ്ട്. ആൻഡ് സ്റ്റുഡന്റ് ഗോൾ ഇസ് ഡിഫറെന്റ്, ടീച്ചർ ഗോൾ ഇസ് ഡിഫറെന്റ്. സോ മെനി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദിസ് വി ഹാവ് ടു ആൻഡ് ദേ ഹാവ് ടു ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ നമ്മളൊരു മാനേജ്മെന്റ് അവർ കറക്റ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ, സോ ലെറ്റ്സ് സേ ദാറ്റ് കോളേജ് മാനേജ്മെന്റ് ഹാസ് ടു ത്രൈവ് ആൻഡ് മൂവ് ഫോർവേഡ് ആണെങ്കിൽ the college management has to look for both student welfare as well as faculty or teacher welfare. ഇത് രണ്ടും പാരലലി കൊണ്ടുപോകാതെ we can do that. പിന്നെ ഒരു വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മാർക്കറ്റ് പ്ലേസിൽ പോകുമ്പോൾ ലെറ്റ്സ് സേ ഫ്ലവർ ഷോപ്പ് അല്ലെങ്കിൽ പൂക്കച്ചവടം, നമ്മൾ കാണാം ഒരു ഷോപ്പിന്റെ കൂടെ തന്നെ വേറെ പൂക്കൾ കാണും. ബിക്കോസ് നമ്മൾ മാർക്കറ്റ് പിടിച്ചെടുക്കുകയാണ്. സോ എ പേഴ്സൺ ഹു നീഡ്സ് ടു ബൈ ഫ്ലവേഴ്സ് വിൽ ഓൾവേസ് ഗോ ടു ദാറ്റ് മാർക്കറ്റ് and they are having a different ആൾക്കാർ നമ്മൾ എന്താണ് ആ പൂക്കൾ വിൽക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സോ കൺസ്യൂമർ ഇപ്പോഴും ആ ഒരു ഏരിയയിലോട്ട് പോകും. അപ്പം അതേപോലെ തന്നെ ഇപ്പം നമ്മൾ എടുത്തത് കോളേജാണ്. അപ്പോൾ കോളേജിൽ നമുക്ക് സ്റ്റുഡൻസ് ആണ് നമ്മുടെ മെയിൻ സ്റ്റേക്ക് ഹോൾഡർ. അപ്പോൾ സ്റ്റുഡൻസിന് മേ ബി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ദേ നീഡ് ടു ഹാവ് സം സ്റ്റേഷനറി ഐറ്റംസ് അല്ലേ, സ്റ്റേഷനറി ഐറ്റംസ് വേണ്ടി വരും. അതായത് സെറോക്സ് എടുക്കണം, അല്ലെങ്കിൽ പ്രൊജക്ടിന്റെ മൈൻഡ് ചെയ്യണം. അപ്പൊ അതേപോലത്തെ ഷോപ്സ് വേണമെങ്കിൽ കോളേജ് പ്രിമിസസിൽ വേണമെങ്കിൽ അവർക്ക് തുടങ്ങാം. സോ ബോത്ത് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റുഡൻസ് ഫ്യൂ സ്റ്റേഷനറി മെറ്റീരിയൽസ് ആർ ബീങ് ക്യാപ്ചേർഡ് ബൈ ദീസ് ഷോപ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് 2-3 ബിസിനസ്സസ് ചിലപ്പോൾ രണ്ടും ഓരോ ഒരു അറേഞ്ച്മെന്റിൽ തന്നെ വേണമെങ്കിൽ പോകാം. ഗ്രൂപ്പ് വിൽ ബി അവെയർ ഓഫ് ദ അതർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. അപ്പം ഈ ഷോപ്പ് ഓണേഴ്സ് മിക്കവാറും നമ്മൾ ഒരു എൻഡ് ഓഫ് സെമസ്റ്റർ ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ പറയും, ഓക്കെ പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മുടെ തന്നെ കൊണ്ടുവരണം. സോ അവർക്ക് കുട്ടികൾ വരുമോ ഇല്ലെന്ന് അറിയത്തില്ല. അത് മാത്രമല്ല ദേ വിൽ ഓൾസോ കീൻ ടു നോ ദാറ്റ് അടുത്ത ദിവസം വല്ല കോളേജ് അവധി വല്ലതും കൊടുത്തിട്ടുണ്ടോ. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ ദാറ്റ് സ്റ്റുഡൻസ് നീഡ് ടു ഇഫ് ദേ ആർ ഇൻഫോമിംഗ് ഓണേഴ്സ് അതനുസരിച്ച് അവർക്ക് കട തുറക്കുക ഇല്ലേയും ചെയ്യാം. അതാണ് ഫസ്റ്റ് ഒരു പ്ലൂറിസ്റ്റിക് അപ്രോച്ച്. പിന്നെ നെക്സ്റ്റ് നമ്മളൊരു മെയിൻലി പറയുന്ന ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷൻ, അതാണ് നമ്മൾ രണ്ടാമത്തെ പറയുന്നത്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. ഫസ്റ്റ് നമ്മളൊരു എക്സാമ്പിൾ തന്നെ എടുക്കുന്നത്, ഇവിടെ ഞാൻ ആപ്പിളിന്റെ ഫോൺ എടുക്കും. അപ്പം നമ്മൾ ആദ്യം സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ടച്ച് വെച്ച് ഒരു ഇന്റർഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആദ്യം കൊണ്ടുവന്നത് ആപ്പിളാണ്. ആൻഡ് ആപ്പിൾ നമ്മൾ ഓൺ ചെയ്യുന്നത് മേ ബി നമ്മൾ ടെക്നോളജിക്കലി അത്രയും വലിയ അഡ്വാൻസ്ഡ് അല്ലെങ്കിലും
ദേ റെപ്രസെന്റ് എ ബാൻഡ് അല്ലെ, ഒരു ബ്രാൻഡ് ഉണ്ട്. നെക്സ്റ്റ് ഇന്നോവേഷൻ ഇത് പ്രോഡക്റ്റ് ഇന്നോവേഷൻ ആണ്. അതേപോലെ സർവീസ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആപ്പിളിന്റെ തന്നെ ഇഫ് യു നീഡ് ടു ബൈ എ പെർട്ടിക്കുലർ ചാർജ് വി ഹാവ് ടു പേ എക്സ്ട്രാ. ഓരോ പ്രോഡക്റ്റ് സർവീസ് നമുക്ക് ആഡ് ഓൺ യൂസ് ചെയ്യുന്നത് വി നീഡ് ടു പേ മോർ. അപ്പൊ അതിൽ ആപ്പിളിന്റെ ട്യൂൺസ് അല്ലെങ്കിൽ ട്യൂൺസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ വി നീഡ് ടു പേ. പിന്നെ അനദർ തിങ് ഈസ് അബൌട്ട് പ്രോസസ് ഇന്നോവേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കാസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ടൊയോട്ടയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ടൊയോട്ട കാസ് നമ്മൾ എടുക്കുമ്പോൾ ദേ പ്രൊവൈഡ് ബെസ്റ്റ് സർവീസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെൻ യു ആർ ഗോയിങ് ടു ബൈ എ കാർ വി ഓൾവേസ് പ്രിഫർ ടു ബൈ എ കാർ വെൻ വി ഹാവ് എ ലൈഫ് ലോങ് സർവീസ് ഓൾസോ അലോങ് വിത്ത്. നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നല്ല സെയിൽസ് ഒക്കെ ആണെങ്കിലും ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രോഡക്റ്റ് സർവീസസ് ദെൻ വി won't buy that product again. നമ്മൾ യൂസർ ഫീഡ്ബാക്ക് വരുമ്പം the person who knows you won't buy from the same company. ഓരോ പ്രോഡക്റ്റും അതിനനുസരിച്ച് കൊണ്ടുവരണം. സോ അതാണ് നമ്മൾ ടെക്നോളജിക്കലി നമ്മൾ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുക ആൻഡ് വി നീഡ് ടു ഹാവ് സം ഇന്നോവേറ്റീവ് കമ്പോണന്റ് ഓൾസോ ടു ഇറ്റ് particular continuous evolving. പിന്നെ there is a term called disruptive അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ത്രൂ ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പം കോവിഡ് ആയ സമയത്ത് മെയിൻലി വന്നിരിക്കുന്നത് ഡിജിറ്റൽ മീഡിയ, പേപ്പർ മീഡിയയെക്കാട്ടും ഡിജിറ്റൽ മീഡിയ കൂടുതൽ വെർച്വൽ ആയിട്ട് കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എനി കമ്പനി ദാറ്റ് സപ്പോർട്ട്സ് ദീസ് വെർച്വൽ ആക്ടിവിറ്റി ഗെറ്റ്സ് ബൂസ്റ്റഡ് അപ്പ് ഇൻ ദിസ് സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ മനസ്സിലായി ക്ലാസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം, ഓൺലൈൻ തന്നെ എടുക്കാം. പക്ഷെ അതിന് പരിമിതികൾ ഉണ്ടെങ്കിലും തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ എടുക്കാം. ദർ ഇസ് എ ഡിസ്ട്രപ്റ്റീവ് ചേഞ്ച് ഇൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് വേ ഓഫ് ലേണിംഗ് തിങ്സ്. അതൊരു പോയിന്റ് വരും. അതേപോലെ ഇപ്പം നമുക്ക് ഫസ്റ്റ് ഫോണിൽ വി ഹാഡ് എ കീപാഡ് സിസ്റ്റം, അതിപ്പോൾ ടോട്ടലി മാറി. ഇപ്പം ഏതൊരു കീപാഡ് ഫുള്ള് മാറി, ടച്ചായി. സോ നൗ യു വോണ്ട് കൺസിഡർ എ ഫോൺ വിത്തൗട്ട് എ ടച്ച് അല്ലേ. അപ്പൊ അതൊരു ഡിസ്ട്രപ്റ്റീവ് ടെക്നോളജിയാണ്. ദാറ്റ് ഇസ് എ തേർഡ് പാർട്ട് ഇസ് എക്കോളജിക്കൽ എൻവയൺമെന്റ്. അതിന് ഞാൻ ഫസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നത് ISO 14001. ദിസ് എൻറ്റയർലി ഡീൽസ് വിത്ത് ഒരു എൻവയൺമെന്റൽ ക്വാളിറ്റി, അതായത് നമ്മൾ പൊല്യൂഷൻ വരാത്ത രീതിയിൽ എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ വേണം ചെയ്യാൻ. സോ ദാറ്റ് ദ കമ്പനി പ്രോഡക്റ്റ് ഡസൻറ്റ് involve the pollution of environmental things or the relation of living things. നമ്മൾ വേറൊരു മനുഷ്യരോ വേറെ ജീവജാലങ്ങളോ ബുദ്ധിമുട്ട് കോരാത്ത രീതിയിൽ സേഫ്റ്റി രീതിയിൽ എൻവയൺമെന്റ് കൊണ്ടുപോകണം. അതാണ് എക്കോളജിക്കൽ എൻവയൺമെന്റ്. അപ്പൊ അതായത് നമ്മൾ പീപ്പിൾ ആവാം, അതർ ലിവിങ് തിങ്സ് ആവാം, സോയിൽ, വാട്ടർ, എയർ. ഇപ്പം എ കമ്പനി വിച്ച് പ്രൊഡ്യൂസേഴ്സ് എയറേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ ഗ്രൗണ്ടുള്ള വാട്ടർ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഗ്രൗണ്ട് ബേസ് ലെവൽ ഡിക്രീസസ്, വാട്ടർ ടേബിൾ ലെവൽ ഡിക്രീസസ്. സോ ദാറ്റ് ഇസ് വെരി ഹാർംഫുൾ ഫോർ അവർ എൻവയൺമെന്റ്. അത് നോക്കുക. ഇത് എക്സാമ്പിൾ പറഞ്ഞാണ് ഒരു പെസ്റ്റിസൈഡ് പ്ലാന്റ് അത് ലീക്ക് ഔട്ട് ചെയ്തപ്പോഴത്തേക്ക് നിയർലി 200 people died and lot of injured and they had a lot of after effects. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യണം ഫോർ എനി ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ഇസ് ഒരു സോഷ്യൽ എൻവയൺമെന്റ്, അതായത് ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോർത്ത് പോയിന്റ്, സൊസൈറ്റിക്ക് വേണ്ടി ഒരു കമ്മിറ്റ്മെന്റ്. So if you are doing good, then you are responsibility to upbring those community. Upbring എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലോവർ ലെവൽ കമ്മ്യൂണിറ്റിയും കൂടെ നമ്മളൊരു പൊക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ യൂഷ്വലി എല്ലാ കമ്പനീസിനും അല്ലെങ്കിൽ മെയിൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ക്ലെയിമൻസ് എനി ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇത് ചെയ്യും. നോൺ ഫണ്ടിങ്, നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ പോലെ ചാരിറ്റി വർക്ക് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുധാകൃഷ്ണമൂർത്തി നമ്മളൊരു ലൈബ്രറി ഫെസിലിറ്റി കൊടുത്തു, കമ്പ്യൂട്ടേഴ്സ് ഫോർ ഗവൺമെന്റ് സ്റ്റുഡൻസ്. അപ്പൊ അങ്ങനെ ഇത് ചെയ്യും. പിന്നെ അതേപോലെ ദേ ഹാഡ് ലോട്ട് ഓഫ് ഹോസ്പിറ്റൽസ്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് രത്തൻ ടാറ്റ സർ നമ്മുടെ ഈ കോവിഡ് പാൻഡമിക് സമയത്ത് കുറെ രീതിയിലുള്ള ഹോസ്പിറ്റൽ ഡൊണേഷൻസ്, പിന്നെ ഹോസ്പിറ്റൽ തന്നെ ഉണ്ടാക്കി. അങ്ങനെ those are the commitments they give to society. So we tend to buy products from the people from organization which give back to the organization, give back to the society. അതാണ് രണ്ടാമത്തെ ഫോർത്ത് പോയിന്റ്. ആൻഡ് ദെൻ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് എത്തിക്കൽ. അതായത് നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ വി നീഡ് ടു ഡു ഇറ്റ് വിത്ത് എത്തിക്കൽ പ്രാക്ടീസ്. അപ്പം എത്തിക്കൽ പറഞ്ഞാൽ വി നീഡ് ടു നോ വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ് എന്നുള്ള രീതിയിൽ അറിയും. ആൻഡ് വി നീഡ് ടു ഹാവ് പ്രൊഫഷണൽ എത്തിക്സ്. അതായത് ഇപ്പം ഇഫ് ലൈക്ക് ഒരു ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ഇഫ് എ പർട്ടിക്കുലർ മാനേജർ ഇസ് മോളിലാണ് ആൻഡ് അതർ എംപ്ലോയീസ് ഡൗൺ, so manager should have some sort of professional ethics or professional way of communication things to employee. ഒരു ബാഡ് ലാംഗ്വേജ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യണം. സോ
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ സുപ്പീരിയർ ഗീവ്സ് എ പെർട്ടിക്കുലർ വർക്ക് ടു ദ subordinate has to do that. And if the subordinate, they feel that this methodology that they adopt from the manager is not efficient, then they have to report to the manager and say that it's not efficient. ചെയ്യാതിരിക്കുന്നതിൽ കാര്യമില്ല. So, and that particular person, if it is doing wrong, and they should report that wrongful activities. അപ്പോൾ അതേപോലെ ചെയ്യണം. സോ അപ്പം ഇപ്പോൾ എംപ്ലോയീസ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ റോങ്ഫുൾ ആക്ടിവിറ്റി ഒന്ന് റിപ്പോർട്ട് ചെയ്യാതെ വരുവാണെങ്കിൽ അതിനാണ് നമ്മൾ വിസൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. എക്കണോമിക്കൽ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ദാറ്റ് ബിസിനസ് ഹാസ് ലോട്ട് ഓഫ് അതർ എക്കണോമിക്കൽ റവന്യൂ ഓർ എക്സ്പെൻസ് പല രീതിയിലും വരാം. സോ ഒരു ബിസിനസ് മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ബിസിനസ് ക്യാൻ ഇൻഫ്ലുവൻസ് എ സർട്ടൻ പോയിന്റ്സ് വിച്ച് ക്യാൻ ഗെയിൻ other clients നമുക്ക് കൊണ്ടുവരാം. And if you are giving a good quality product, and if you take a feedback of that particular product, and if you improve upon, then those person who uses will feel that okay, they are taking our feedback so that the usage or the value of that product increases. നമ്മുടെ ഒരു ഒപ്പീനിയൻ ചോദിച്ചിട്ട് അവർ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ ദേ കെയർ ഫോർ ദെയർ കസ്റ്റമേഴ്സ് എന്നുള്ള ഒരു ഇത് വരും. ആൻഡ് ദിസ് ഫീലിംഗ് വിൽ ഗിവ് ടു ദ നെയ്ബറിംഗ് പേഴ്സൺ. സോ ദേ ഓൾവേസ് റെക്കമെൻഡ് ദോസ് പ്രോഡക്ട്സ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ എക്കണോമിക്കൽ കൂടും. പിന്നെ അതേപോലെ തന്നെ ഇപ്പം എസ്പെഷ്യലി നമ്മൾ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഇഫ് യു ഹാവ് ലോട്ട് ഓഫ് ഡിമാൻഡ് ആൻഡ് ഇഫ് യു ആർ ഏബിൾ ടു മീറ്റ് ദോസ് ഡിമാൻഡ്, അങ്ങനെ എക്കണോമിക്കൽ കുറച്ചും കൂടെ കൂടും. പിന്നെ അതേപോലെ തന്നെ ആൻഡ് ഇഫ് യു ആർ കോമ്പീറ്റിംഗ് വിത്ത് ദ കോമ്പറ്റീറ്റർ ആൻഡ് ഇഫ് യു ആർ കോമ്പറ്റീറ്റർ തന്നെ നമ്മളൊരു അലൈ ആയിട്ട് വർക്ക് ചെയ്യുന്നു, ലൈക്ക് ദാറ്റ് ഇഫ് യു ആർ അക്വയറിംഗ് ദോസ് കോമ്പറ്റീറ്റീവ് കമ്പനി ടു യുവർ കമ്പനി, അങ്ങനെ എടുക്കുവാണെങ്കിൽ you have a bigger company that works to the common goal. അപ്പോൾ ബിസിനസ്സും കുറച്ച് വരും. And each decision taken by a managerial role also affects the economy. Business decision are effective. And another thing is that if നമ്മളിപ്പം ഒരു കമ്പനി തന്നെ ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻഡ് ഇഫ് ഇൻട്രസ്റ്റ് ആസ് സം FD പ്ലാൻസ് അങ്ങനെ വല്ലതും ആണെങ്കിൽ ദാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓൾസോ ഗിവ് ബാക്ക് കമ്പനി സം ബോണസ്. പിന്നെ ഇഫ് യു ഹാവ് എഫിഷ്യൻറ്റ് ലോയർ സിസ്റ്റം ദെൻ ദ ടാക്സ് റേറ്റ് അതെന്നുള്ള രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഈസ് ഐ തിങ്ക് 7th ഈസ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയൺമെന്റ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഇഫ് യു ഹാവ് സം ഇന്റേണൽ പൊളിറ്റിക്സ് ദാറ്റ് ഓൾസോ ക്യാൻ റിസ്ക് ഇറ്റ്. ഇതിൽ വരുന്ന ഒരു പോർഷനാണ് കറപ്ഷൻ അല്ലെങ്കിൽ ഒരു വീക്ക് ലോ വിച്ച് വി കാൺ ഇംപ്ലിമെന്റ് ദാസ് വീക്ക് ലോ. അപ്പോൾ അതിനൊരു വർക്ക് അറൗണ്ട് ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സോഷ്യൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഡിവൈഡിങ് പീപ്പിൾ അക്കോർഡിംഗ് ടു ദെയർ ജെൻഡർ, റേസ്, എത്തനിസിറ്റി, അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ ക്യാൻ ക്രിയേറ്റ് സം സോർട്ട് ഓഫ് ഇന്റേണൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എക്സ്റ്റേണൽ പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് തമ്മിലുള്ളതായിരിക്കും. മേ ബി ദാറ്റ് ക്യാൻ കോസ് എ ലാർജർ ഡിസ്പ്യൂട്ട്സ്. ഇപ്പോൾ ഈവൻ കൺട്രി വൈസ് ഡീലിംഗ് ആണെങ്കിൽ ഇന്റർ കൺട്രി മേ ബി എത്തനിസിറ്റി അങ്ങനത്തെ ഉള്ള ഒരു ഫ്രിക്ഷൻസ്, അൺനെസസറി ഫ്രിക്ഷൻസ് ഉണ്ടാക്കി ഇറ്റ് ക്യാൻ ക്രിയേറ്റ് സം എക്സ്റ്റേണൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. സോ ഏതൊരു ലോ ആണെങ്കിലും വി ഷുഡ് ഒബൈഡ് ടു ദോസ് ലീഗൽ ലോസ്. ലീഗൽ ലോസിൽ ചിലപ്പോൾ ലൂപ്പോൾസ് കാണും, പക്ഷെ അത് അഡ്രസ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ പോവുക. ദാറ്റ് ഈസ് ഓൾസോ എൻ എഫക്റ്റീവ് പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ. ഇപ്പം ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് ദാറ്റ് ഇപ്പം നമ്മളൊരു ഓൺലൈൻ വരുമ്പോഴത്തേക്ക് പ്രൈവസി, അവർ ഡേറ്റ നീഡ്സ് സം പ്രൈവസി. അപ്പം അങ്ങനെ വരുമ്പം ഗ്ലോബൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ എന്ന് പറഞ്ഞ് GDPR വന്നിട്ടുണ്ട്. സോ ദാറ്റ് GDPR എൻഷുവേഴ്സ് ദാറ്റ് എ യൂസർ പ്രൈവസി ഈസ് സെക്യൂർഡ്. അപ്പം അത് അബൈഡ് ചെയ്ത് പോയില്ലെങ്കിൽ what happens is that particular company who is not abiding to the GDPR get large hefty fine. അങ്ങനെ വരുമ്പോഴത്തേക്ക് വി ആർ എൻഷുറിങ് ദോസ് ഹൈ ഫൈൻ വിൽ എൻഷുർ ദോസ് കമ്പനി ടു ഒബേ GDPR. ഇതൊക്കെയാണ് ഒരു ബേസിക് ഓർഗനൈസേഷൻ ആൻഡ് എക്സ്റ്റേണൽ എൻവയൺമെന്റ് തമ്മിലുള്ള ഒരു റിലേഷൻ. ടു സം ഇറ്റ് അപ്പ്, വി ഹാവ് ദിസ് ഓർഗനൈസേഷൻ വിച്ച് ഹാസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ടെക്നോളജി, എക്കണോമിക്കൽ, ethical practice, political and legal spelling തെറ്റാണ്, sorry for that, and ecological and social. These are the basic things which I have given, and I have given some more extra points. Organization and external environment features.